പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് ആ കൈപ്പത്തി വരെ മറക്കേണ്ടതുണ്ടോ? മുട്ടുവരെ ആക്കിയാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവില്ലേ? അല്ലയോ സഹോദര, കൈപ്പത്തി വരെ മറക്കണമെന്നതും നിങ്ങളുടെ ഇസത്തിലെ ഏത് താത്വിക ആചാര്യനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് രാഷ്ട്രീയ നവോത്ഥാന നായകനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അത് നിങ്ങൾക്ക് കൈപ്പത്തിമര മറച്ചാലും നഗ്നനായി നടന്നാലും പ്രശ്നമില്ലാത്ത ഒരു ഇസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് വർത്തമാനം പറയരുത്. തലമറക്കുമ്പോഴേക്കും ബുദ്ധി മറച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധിമാന്ദ്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് സഹതാപമുള്ളത്. അതുകൊണ്ട് വിഡ്ഢിത്തം പറയാതെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെയും, ദലിതനാവട്ടെ, താഴേക്കിടയുള്ള മനുഷ്യരാവട്ടെ, സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, കുട്ടികളാവട്ടെ, വൃദ്ധജനങ്ങളാവട്ടെ, ഇവർക്കൊക്കെയും നീതി പുലർത്തുവാൻ സാധ്യമാകുന്ന ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്.